ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 13 തുടങ്ങിയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കും. ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശുദാനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലെയോപ്പാവ് എന്ന പേരുള്ളവൻ യെരൂശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവരോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറയനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. അടുത്ത വാക്യം. അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കുവാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കുവാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ആ വാക്യത്തിന്റെ ഒരു പ്രയോഗത്തിൽ സ്തോത്രം, ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കുവാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവരുടെ ആശയ്ക്ക് എന്തോ ഒരു ഭംഗം വന്നതുപോലെ ഇല്ലേ? ഇവിടെ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു തോന്നലല്ലേ ഉണ്ടാകുന്നത്. ഞങ്ങൾ ആശിച്ചിരുന്നു, പക്ഷെ ഞങ്ങളുടെ ആശയ്ക്ക് എന്തോ ഒരു ഭംഗം വന്നതുപോലെ. മാത്രമല്ല, അവരുടെ മുഖം എന്ത് ചെയ്തിരുന്നു? അവരുടെ മുഖം പാടിയിരുന്നു. സ്തോത്രം. ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് അവർക്ക് പൂർണ്ണ ഉറപ്പ് ഉണ്ടായിരുന്നു എങ്കിൽ അവർക്ക് വാടിയ മുഖം വരേണ്ട ആവശ്യമില്ലായിരുന്നു. ഞങ്ങളോ അങ്ങനെ ആശിച്ചിരുന്നു എന്നുള്ള ഒരു ക്രൈസ്തലോട് ഒരു പ്രയോഗത്തിന്റെ ആവശ്യം അവിടെ വരില്ലായിരുന്നു. സ്തോത്രം. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അവരെന്തായി? അവരൊരു അല്പം ഒരു ആശയക്കുഴപ്പത്തിലായി. സ്തോത്രം. അവര് അല്പം ഒരു ആശയക്കുഴപ്പത്തിലായി. സ്തോത്രം. കാരണം അവര് കർത്താവിന്റെ മേൽ ഒത്തിരി പ്രതീക്ഷകൾ വെച്ചിരുന്നു. അവൻ ഇസ്രായേലിലെ രാജാവായി വാഴും, ഇസ്രായേലിലെ രാജ്യം സ്ഥാപിച്ചു തരും, അങ്ങനെയൊക്കെ ഒത്തിരി അവര് കർത്താവിൽ പ്രത്യാശ വെച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കർത്താവിനെ ക്രൂശിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു. എന്നാൽ അവർക്ക് അതിനെക്കുറിച്ച് ഒരു ബോധ്യം വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. യെരൂശലേമിൽ നിന്നും എമ്മൗസിലേക്ക് പോകുന്ന ഈ ശിഷ്യന്മാർക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ളതായ ഒരു ബോധ്യം അവർക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെ പലരും പലതും പറഞ്ഞു കേൾക്കുന്നു. വിമതത്തികൾ പോലെ പലരും പറഞ്ഞു കേൾക്കുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചിലര് ഇന്ന് രാവിലെ കല്ലറയ്ക്കൽ പോയി. എന്നാൽ ആ കല്ലറ തുറന്നിരിക്കുന്നതായി കണ്ടു.
അവനെ കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ ദൂതന്മാരെ പ്രത്യക്ഷപ്പെട്ടുവെന്നും അവിടെയുള്ളവരോട് അവൻ ഉയർത്തെഴുന്നേറ്റ കാര്യത്തെ കുറിച്ചൊക്കെ പ്രസ്താവിച്ചു എന്നൊക്കെ ഇങ്ങനെ പലതുമൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടു. ചില സ്ത്രീകളാണ് അവിടേക്ക് പോയിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ആരൊക്കെയാണ്? മഗ്ദലക്കാരത്തി മറിയ, യോഹന്ന, യാക്കോബിന്റെ അമ്മ മറിയ എന്നിങ്ങനെ ചില സഹോദരിമാര്, ചില സ്ത്രീകളാണ് അവിടെ പോയിരുന്നത്. അവര് വന്ന് ശിഷ്യന്മാരോട് ഈ കാര്യങ്ങളെ അറിയിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ പറഞ്ഞ ശിഷ്യന്മാര് യെരുശലേമിൽ നിന്നും എമ്മൗസിലേക്ക് യാത്ര തിരിച്ച പ്രൈസ് ദി ലോർഡ് ഈ ശിഷ്യന്മാർക്ക് ഇതിനെ കുറിച്ച് യഥാർത്ഥമായ ബോധ്യങ്ങൾ അവർക്ക് ലഭിച്ചിട്ടില്ല. അവർ അല്പം ആശയക്കുഴപ്പത്തിലായിരിക്കുന്നു, അല്പം ചിന്താകുഴപ്പത്തിലായിരിക്കുന്നു. അവർ തമ്മില് അതേ കർത്താവ് അങ്ങനെ പറഞ്ഞില്ലായിരുന്നോ, ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നോ, ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞില്ലായിരുന്നോ, അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങൾ ഇവരെങ്ങനെ അതേക്കുറിച്ചൊക്കെ അവരെന്തിനൊരു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സംസാര വിഷയം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് അവര് സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിനെ യഥാർത്ഥമായി അന്വേഷിക്കുന്നവര് കർത്താവിനെ കണ്ടെത്തും. ഹല്ലേലൂയ. അവരുടെ വാടിയ മുഖത്തിന്റെ കാരണം അവരുടെ എന്തെങ്കിലും കുടുംബ പ്രശ്നമല്ല, അവരുടെ കുടുംബത്തിലെ എന്തെങ്കിലും വിഷയങ്ങളല്ല, എങ്ങനെ ജീവിക്കുമെന്നുള്ള വിഷയമല്ല, അവരുടെ മക്കളെ കുറിച്ചുള്ള ചിന്തകളല്ല, അവരുടെ കുടുംബങ്ങളെ കുറിച്ചുള്ള മക്കളെ കുറിച്ചുള്ള ചിന്തകളല്ല. പ്രൈസ് ദി ലോർഡ്. അവരുടെ മുഖം വാടുവാൻ കാരണം, അവരുടെ അല്പം ആശയക്കുഴപ്പത്തിലാകുവാൻ കാരണം, അല്പം ഒരു വിഷമത്തിലാകുവാൻ കാരണം അവർക്ക് കർത്താവിനെ കുറിച്ചുള്ള ചിന്തയാണ്, യേശുവിനെ കുറിച്ചുള്ള ചിന്തയാണ്. അവര് കർത്താവിൽ ഒത്തിരി പ്രതീക്ഷ വെച്ചവരാണ്, അവർ പ്രത്യാശ വെച്ചവരാണ്. ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ, ഞങ്ങളുടെ വിശ്വാസത്തിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ എന്നിങ്ങനെയൊക്കെ ഒരു പക്ഷേ അവർ ചിന്തിക്കുന്നുണ്ടാകും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിലും ഹല്ലേലൂയ, ഓ പ്രൈസ് ദി ലോർഡ്, ചിലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചു പോയിട്ടില്ലേ, എന്റെ വിശ്വാസത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചു, എന്റെ പ്രത്യാശയ്ക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചോ എന്നൊക്കെ ചില പ്രതികൂലങ്ങളുടെ നടുവില് പ്രൈസ് ദി ലോർഡ് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടില്ലേ? ഹല്ലേലൂയ. ഇവരിങ്ങനെ പ്രൈസ് ദി ലോർഡ് വാദിച്ചും സംസാരിച്ചും കൊണ്ട് കർത്താവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ അവിടെ നമ്മൾ വായിക്കുകയാണ്, കർത്താവ് അവരോട് ചേർന്ന് നടന്നു. ഹല്ലേലൂയ. കർത്താവ് അവരോട് ചേർന്ന് നടന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മോട് കൂടെയുള്ള കർത്താവ്, ഹല്ലേലൂയ, ചേർന്ന് നടന്ന കർത്താവ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ തിരിച്ചറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. ഹല്ലേലൂയ. കർത്താവിനെ അവർക്ക് തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. കർത്താവ് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് വിഷയത്തെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത്? വാദിച്ച് തർക്കിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നത്. അവർ പറയുകയാണ്, യെരുശലേമില് നീ ഒരുത്തൻ മാത്രം ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? എന്താണ്? അപ്പോൾ അവർ പറഞ്ഞ യേശുവിനെ കുറിച്ച് ഞങ്ങൾ അവനിൽ പ്രത്യാശ വെച്ചിരുന്നു, പ്രതീക്ഷ വെച്ചിരുന്നു. എന്നാൽ നമ്മുടെ മഹാപുരോഹിതന്മാരും നമ്മുടെ ആളുകളെല്ലാം ചേർന്ന് എന്ത് ചെയ്തു? അവനെ ക്രൂശിച്ചു. പ്രൈസ് ദി ലോർഡ്. അവനെ വെച്ച കല്ലറയിൽ അവനെ കാണുന്നില്ല എന്ന് ഞങ്ങൾ ചിലർ അവിടെ പോയി നോക്കിയപ്പോൾ കല്ലറ തുറന്നിരിക്കുന്നതായി കണ്ടു. അവനെ കാണുവാനില്ല എന്ന് അവര് പറഞ്ഞു. എന്നാൽ അവിടെ വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാര്, ദൂതന്മാര്, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് അവരെ അറിയിപ്പാനിടയായി തീർന്നു. സ്തോത്രം. അല്ലെ, ഞങ്ങൾ ആ കാര്യത്തെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് അവരുടെ ഹൃദയത്തിന്റെ വാഞ്ഛയെ തിരിച്ചറിഞ്ഞ, അവരുടെ ഹൃദയത്തിന്റെ വേദനകളെ തിരിച്ചറിഞ്ഞ, കർത്താവിനെ കുറിച്ചുള്ള അവരുടെ പ്രൈസ് ദി ലോർഡ് ആ നല്ല പ്രതീക്ഷകളെ തിരിച്ചറിഞ്ഞ കർത്താവ് അവരോട് ചേർന്ന് നടന്നുകൊണ്ട് തിരുവെഴുത്തുകളിൽ കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് പഴയ നിയമത്തെ മൂന്നായി തിരിച്ചാണ് പറഞ്ഞത്. ഈ 24-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് അതിനെ കാണാൻ കഴിയുന്നുണ്ട്. 44-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്, മോശയുടെ ന്യായപ്രമാണത്തിലും
പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. സ്തോത്രം. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ ബുദ്ധിയെ തുറക്കുമ്പോഴാണ് നമുക്ക് തിരുവെഴുത്തുകളെ വേണ്ടുമെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അപ്പോൾ പഴയ നിയമത്തെ കർത്താവ് മൂന്നായിട്ട് വിഭജിച്ചാണ് പറഞ്ഞത്. എന്താണ്? മോശയുടെ ന്യായപ്രമാണം, പ്രവാചക പുസ്തകങ്ങള്, സങ്കീർത്തന പുസ്തകം, ഇങ്ങനെ മൂന്നായി ഡിവൈഡ് ചെയ്ത് കർത്താവ് അരുളി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇത് മൂന്നിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത എന്താണ്? മറ്റുള്ളവരിൽ നിന്നും നമ്മുടെ കർത്താവിനെ വ്യത്യസ്തനാക്കുന്നത് എന്താണ്? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിനെ പോലെ ഈ ലോകത്ത് ആരും ജനിച്ചിട്ടില്ല. നമ്മുടെ കർത്താവിന്റെ ജനനത്തെ കുറിച്ച്, ശുശ്രൂഷയെ കുറിച്ച്, മരണത്തെ കുറിച്ച്, ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് എല്ലാം തിരുവെഴുത്തിൽ മുൻകൂട്ടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് ഭൂമിയിൽ മനുഷ്യാവതാരം എടുക്കുന്നതിന്, ക്രൂശുമരണം അനുഭവിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രൈസ് ദി ലോർഡ് മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ പ്രൈസ് ദി ലോർഡ് മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി 3:15 എന്താണ് അവിടെ നമ്മൾ വായിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. വായിച്ചോട്ടെ. 3:15 ഉൽപ്പത്തി പുസ്തകം. ഞാൻ നിനക്കും സ്ത്രീക്കും, നിന്റെ സന്തതിക്കും അവരുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്ത്രീയുടെ സന്തതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സർപ്പത്തിന്റെ തല തകർക്കുമെന്നുള്ളതായ ഹല്ലേലൂയ തിരുവെഴുത്ത് നമ്മളവിടെ വായിച്ചു കേട്ടുമല്ലോ. അവിടെ സ്ത്രീയുടെ സന്തതിയായി വിവക്ഷിച്ചിരിക്കുന്നത് ആരെ കുറിച്ചാണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ ഹല്ലേലൂയ അത് നമ്മുടെ കർത്താവിനെ കുറിച്ച് എഴുതി. ഉൽപ്പത്തിയിൽ സ്ത്രീയുടെ സന്തതിയായിട്ട് കർത്താവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിൽ പെസഹ കുഞ്ഞാടായി കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ലേവ്യ പുസ്തകത്തിൽ യാഗമായി പ്രൈസ് ദി ലോർഡ് നമ്മുടെ കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. സംഖ്യാ പുസ്തകത്തിൽ അടിക്കപ്പെട്ട പാറയായി, യുഗങ്ങളുടെ പാറയായി ക്രിസ്തുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആവർത്തന പുസ്തകത്തിൽ മോശയെ പോലെ പ്രവാചകനെ എഴുന്നേൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളിൽ പ്രൈസ് ദി ലോർഡ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഈ തിരുവെഴുത്തുകളൊക്കെ എന്ത് ചെയ്യണം? നിവൃത്തിയാകണം. ഹല്ലേലൂയ. കർത്താവ് പ്രൈസ് ദി ലോർഡ് അവരുടെ ബുദ്ധിയെ തുറന്നു. ഈ തിരുവെഴുത്തുകളെല്ലാം തിരിച്ചറിയേണ്ടതിന് കർത്താവ് എന്ത് ചെയ്തു? അവരുടെ ബുദ്ധിയെ തുറക്കുവാനിടയായിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ ഹല്ലേലൂയ യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. വീണ്ടും കർത്താവ് ജ്ഞാനിച്ചു പ്രവാചക പുസ്തകങ്ങളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. സ്തോത്രം. എന്തൊക്കെ എഴുതിയിരിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. എന്നാൽ ചിലത് നമുക്കൊന്ന് നോക്കാം. സ്തോത്രം. യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 14-ാമത്തെ വായിക്കുന്നത് വായിച്ചിട്ട്. യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 14-ാമത്തെ വായിക്കുന്നു. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്
ജഡാവതാരത്തിന് ഏകദേശം 600 വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാവ് പ്രവചിക്കുകയാണ്. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുക, അവനെ ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെയുള്ള പേർ വിളിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് ജനിച്ചതുപോലെ ഈ ലോകത്താരും ജനിച്ചിട്ടില്ല, ആരെക്കൊണ്ട് ജനിക്കാൻ കഴിയുകയുമില്ല. കന്യകയിലൂടെ നമ്മുടെ കർത്താവ് ജഡാവതാരമെടുത്ത് പുരുഷബന്ധമില്ലാതെ കന്യക ഗർഭിണിയായ മകനെ പ്രസവിച്ചു. അതാണ് കർത്താവായ യേശുക്രിസ്തു. ഹല്ലേലൂയ. അത് പ്രവാചകൻ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ഏകദേശം 600 വർഷങ്ങൾക്ക് മുൻപ് അത് രേഖപ്പെടുത്തുവാനിടയായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. വീണ്ടും യെശയ്യാവ് പറയുകയാണ്, 9-ാം അധ്യായം, യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 6-ാമത്തെ വാക്യം. സ്തോത്രം. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. ഓ പ്രൈസ് ദി ലോർഡ്. അവൻ ആരാണ്? അവൻ അത്ഭുത മന്ത്രി. പ്രൈസ്. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. പ്രൈസ്. അങ്ങനെ ജനിച്ച ജഡാവതാരമെടുത്ത യേശു അവൻ ആരാണ്? അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവൻ ആരാണ്? അവൻ അത്ഭുത മന്ത്രിയാണ്, നിത്യപിതാവാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ വീരനാം ദൈവമാണ്, അവൻ സമാധാന പ്രഭുവാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓ, അവൻ ആരെന്ന് അനേകർക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയാതിരിക്കുമ്പോൾ, അവനൊരു ചരിത്ര പുരുഷനായി ചിലരെ കാണുമ്പോൾ, അവനൊരു വിപ്ലവകാരിയായി മറ്റു ചിലരെ കാണുമ്പോൾ, അവനൊരു പ്രവാചകനായി മാത്രം മറ്റു ചിലരെ കാണുമ്പോൾ, ദൈവത്തിന്റെ സൃഷ്ടിയായി അവനെ മറ്റുള്ള അനേകരെ കാണുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അവനെ കുറിച്ച് വചനം പറയുന്നു. അവൻ ആരാണ്? അവൻ നിത്യപിതാവാണ്, അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ സമാധാന പ്രഭുവാണ്, അവൻ വീരനാം ദൈവമാണ്. ഹല്ലേലൂയ. അവൻ മഹാദൈവമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അവൻ മഹാദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. തോമസ് അപ്പോസ്തലൻ അവനെ വിളിച്ചു ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവരെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവൻ ആരാണ്? പ്രവാചകൻ പറയുന്നു, പ്രൈസ് ദി ലോർഡ്, അവൻ അത്ഭുത മന്ത്രിയാണ്, സമാധാന പ്രഭുവാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്. സ്തോത്രം. പ്രവാചക പുസ്തകങ്ങളിൽ പ്രൈസ് ദി ലോർഡ് എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി നമുക്ക് നോക്കാം മീഖാ പ്രവചനം. നമുക്ക് അറിയാവുന്ന വാക്യമാണ്. മീഖാ പ്രവചനം 5-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. മീഖാ പ്രവചനം 5-ാം അധ്യായം 2-ാം വാക്യം. നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായി ജനിക്കുന്നവൻ എനിക്ക് നിന്നിൽ നിന്നും ഉത്ഭവിച്ചു വരും. ബേത്ലഹേമിൽ കർത്താവ് ജനിക്കുമെന്ന് പ്രൈസ് ദി ലോർഡ് മീഖാ പ്രവാചകൻ കൃത്യമായി പ്രവചിച്ചിരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് മീഖാ പ്രവാചകൻ പ്രവചിക്കുന്നു, ഇസ്രായേലിന്റെ പ്രഭുവായവൻ, ഇസ്രായേലിന്റെ രാജാവായവൻ, ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരൻ, പ്രൈസ് ദി ലോർഡ്, ലോകത്തിന്റെ രക്ഷിതാവ്, അവൻ ജനിക്കുന്നത് എവിടെയാണ്? ബേത്ലഹേമിലാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് കർത്താവ് എന്നെ കുറിച്ച് മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിലും പ്രവാചകന്മാരുടെ പുസ്തകത്തിലും സങ്കീർത്തന പുസ്തകത്തിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ കർത്താവിന്റെ ജനനം കന്യകയിൽ കൂടെ ജനിക്കും. ഓ, ബേത്ലഹേമിൽ ജനിക്കും. പ്രൈസ് ദി ലോർഡ്. അതിതെല്ലാം വളരെ കൃത്യമായി മുൻകൂട്ടി എഴുതപ്പെട്ടതുപോലെയാണ് കാര്യങ്ങൾ സംഭവിച്ചത്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും നമുക്ക് സഖറിയാ പ്രവചനം 9-ാം അധ്യായം 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. സഖറിയാ പ്രവചനം. സിയോൻ പുത്രിയെ, യെരൂശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും
കയറി വരുന്നു നമ്മുടെ കർത്താവ്. യേശുവിലേക്കുള്ളതായ തന്റെ ആ യാത്രയിൽ കഴുതയുടെ പുറത്ത് വാഹനമേറിക്കൊണ്ട് വീഥിയിലൂടെ വരുന്ന കാര്യം വന്ന കാര്യം യേശുക്രിസ്തു ആ കാര്യം ചെയ്യുന്നവന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകൻ അത് പ്രവചിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. മാത്രമല്ല നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റ കൊടുക്കുമെന്ന് സെഖരിയ പ്രവാചകൻ പ്രവചിച്ചു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് യേശുവിന്റെ ക്രൂശുമരണത്തിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവചിച്ചു. സെഖരിയ പ്രവചനം 11-ാം അധ്യായം 12-13 വാക്യങ്ങൾ വായിക്കാം. ഞാൻ അവരോട്, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എന്റെ കൂലി തരിക, ഇല്ലെന്ന് വരികിൽ തരേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എന്റെ കൂലിയായി 30 വെള്ളിക്കാശ് തൂക്കി തന്നു. എന്നാൽ യഹോവ എന്നോട്, അത് ഭണ്ഡാരത്തിലിട്ട് കളക, അവർ എന്നെ മതിച്ചിരിക്കുന്ന മനോഹരമായ വില തന്നെ എന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ മതിച്ച വില, നമ്മുടെ കർത്താവിനെ മതിച്ച വില, ആ കാലത്ത് ഒരു സാധാരണ അടിമയുടെ വിലയാണ് 30 വെള്ളിക്കാശ്. ഓ രാജാതി രാജാവും കർത്താതി കർത്താവും സകല ചരാചരങ്ങളെയും ഒന്നുമില്ലായ്മയും ഉളവാക്കി ശക്തിയുള്ള വചനം കൊണ്ട് സകലത്തെയും വഹിക്കുന്നവന് മതിച്ച വിലയാണ് 30 വെള്ളിക്കാശ്. 30 വെള്ളിക്കാശിന് കർത്താവിനെ ഒറ്റിക്കൊടുക്കുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ക്രൂശ് മരണത്തിന്റെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് സെഖരിയാവ് പ്രവചിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും സെഖരിയാവ് പ്രവചിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്താണെന്ന് അറിയാമോ? 12-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കാം. കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും തങ്ങൾ കുത്തിയിട്ടുള്ളവരിലേക്ക് അവർ നോക്കും. തങ്ങൾ കുത്തിയിട്ടുള്ളവരിലേക്ക് അവർ നോക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ തർജ്ജമ ഇങ്ങനെയാണ് അത്രേ: അവർ കുത്തിയിട്ടുള്ള എങ്കലേക്ക് അവർ നോക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ കുത്തിയിട്ടുള്ള എങ്കലേക്ക് അവർ നോക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ കുത്തിയ മശിഹ എന്ന് തിരിച്ചറിയാതെ, മശിഹ എന്ന് തിരിച്ചറിയാതെ തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പഴയ പുസ്തകങ്ങളിൽ അവരെ കുറിച്ച് എഴുതിയിരിക്കുന്നു. കർത്താവ് ചെയ്തു. മോശയുടെ മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിലും പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ പഴയ നിയമത്തിന്റെ കാവൽക്കാരായ പ്രൈസ് ദി ലോർഡ് പുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും പരീക്ഷന്മാർക്കും ഒന്നും ഹല്ലേലൂയ തിരുവെഴുത്തിൽ ആരെ കുറിച്ച് എഴുതിയിരിക്കുന്നുവോ അവനെ തിരിച്ചറിയാൻ കഴിയാതെ പോയി. അനേകർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയി. പ്രൈസ് ദി ലോർഡ്. തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ഘോഷിക്കുകയില്ലായിരുന്നു. ഓ പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് കർത്താവ് ക്രൂശിൽ പ്രാർത്ഥിച്ചത്, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. അറിഞ്ഞിരുന്നുവെങ്കിൽ തേജസ്സിന്റെ കർത്താവിനെ അവർ ക്രൂശിക്കുകയില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവർക്ക് നമ്മുടെ കർത്താവിനെ അവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയി. ഹല്ലേലൂയ. എന്നാൽ ഇനി ഭാവി കാലത്ത് അവർ കുത്തിയവങ്കിലേക്ക് നോക്കും. ഹല്ലേലൂയ. അതിന്റെ സമയം വരാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ വിലപിക്കൂ. അവർ രക്ഷയ്ക്കായി ബുദ്ധിയവങ്കിലേക്ക് അവർ നോക്കും. അവരേറ്റു പറയും, അയ്യോ ഞങ്ങളുടെ പിതാക്കന്മാര് ക്രൂശിച്ച നസറനായ യേശുവായിരുന്നു മശിഹ. ഓ ഞങ്ങളുടെ പിതാക്കന്മാർ അത് തിരിച്ചറിയാതെ ചെയ്തു പോയി. ഓ കർത്താവേ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട്, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്യും? അവർ കുത്തിയവങ്കിലേക്ക് അവർ നോക്കും.
ഹല്ലേലൂയ. അതും പ്രവാചകൻ എന്ത് ചെയ്തു? പ്രവചിച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇനി സങ്കീർത്തനങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ പല സങ്കീർത്തനങ്ങളിലും മശീക സങ്കീർത്തനം എന്ന് പറയപ്പെടുന്ന പല സങ്കീർത്തനങ്ങളിലും കർത്താവിനെ കുറിച്ചുള്ള അനേക കാര്യങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചനമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 22-ാം സങ്കീർത്തനം ഒരു വാക്യം മാത്രം വായിക്കുന്നു. 22-ാം സങ്കീർത്തനം 18-ാമത്തെ വായിക്കുന്നു. വായിക്കാം. എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എന്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ ക്രൂശമരണത്തിന് ഏകദേശം 1000-ഓളം വർഷങ്ങൾക്ക് മുൻപ് ദാവീദ് പ്രവചിക്കുകയാണ്, ഹല്ലേലൂയ, എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എന്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. നമ്മുടെ കർത്താവിനെ ക്രൂശിക്കുന്നതായ സമയത്ത് പട്ടാളക്കാർ, റോമൻ പട്ടാളക്കാര് അവന്റെ പ്രേക്ഷിത വസ്ത്രം പകുത്തെടുത്തു. അവന്റെ ഹല്ലേലൂയ ആ സ്തോത്രത്തിനില്ലാത്ത അങ്കി, ഹല്ലേലൂയ, അവരെന്ത് ചെയ്തു? പ്രൈസ് ദി ലോർഡ്. ആ അങ്കിക്കായി അവർ ചീട്ടിട്ടെടുക്കുകയായി തീർന്നു. അപ്പോൾ ദാവീദ് സങ്കീർത്തനം എഴുതി ഏകദേശം 1000 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ് കർത്താവിന്റെ ക്രൂശമരണത്തോടുള്ള ബന്ധത്തിൽ ആ പ്രവചനം നിറവേറുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിനെ കുറിച്ച് പ്രൈസ് ദി ലോർഡ് ന്യായപ്രമാണ പുസ്തകത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കർത്താവ് എന്ത് ചെയ്തു? യെരൂശലേമിൽ നിന്നും എമ്മൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് തെളിയിച്ചു കൊടുത്തു, വ്യാഖ്യാനിച്ചു കൊടുത്തു. ഹല്ലേലൂയ. അവർക്ക് പോകേണ്ട സ്ഥലം വന്നപ്പോൾ കർത്താവ് മുന്നിട്ട് പോകുവാൻ അത് ഒരുപെടുന്നു. ഹല്ലേലൂയ. അവർ പറയുന്നു, പ്രൈസ് ദി ലോർഡ്, നേരം സന്ധ്യയായി ഇരുട്ടായല്ലോ, ഞങ്ങളോട് കൂടെ വന്ന് പാർക്കുക. അങ്ങനെ കർത്താവ് അവരോട് കൂടെ ചെന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരോട് കൂടെ ഭക്ഷണത്തിരിക്കുമ്പോൾ അവൻ എന്ത് ചെയ്തു? അപ്പമെടുത്ത് അനുഗ്രഹിച്ചു നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്നു, അവർ അവനെ അറിഞ്ഞു, അവൻ അവർക്ക് അപ്രത്യക്ഷനായി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വാടിയ മുഖത്തോടു കൂടി ആയിരുന്നവര്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഞങ്ങളോ അവനിൽ പ്രത്യാശ വെച്ചിരുന്നു, ഞങ്ങളോ അവനിൽ ആശ വെച്ചിരുന്നു എന്ന് പറഞ്ഞ ശിഷ്യന്മാര്, പ്രൈസ് ദി ലോർഡ്, അവരുടെ വേദന അറിഞ്ഞ്, അവരുടെ ദുഃഖം അറിഞ്ഞ്, അവരുടെ പ്രയാസം അറിഞ്ഞ് അവരുടെ കൂടെ നടന്ന് അവരുടെ തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ചു കൊടുത്ത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒടുവിൽ ഇപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടപ്പോൾ അവർക്ക് മനസ്സിലായി, ഞങ്ങളോട് കൂടെ ഇരുന്നത്, ഞങ്ങളോട് കൂടെ നടന്നത്, ഞങ്ങൾക്ക് തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ചു തന്നത് കർത്താവായ യേശു ക്രിസ്തുവായിരുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ ആരെങ്കിലും പറയുന്നത് കേട്ടല്ല, ഞങ്ങളത് കണ്ടു, അവനെ ഞങ്ങൾ കണ്ടു, സ്വന്തം കണ്ടുകൊണ്ട് ഞങ്ങൾ കണ്ടു. അവരുടെ വാടിയ മുഖം, ഹല്ലേലൂയ, പ്രസന്നതയുള്ള മുഖമായി മാറി, സന്തോഷമുള്ള മുഖമായി മാറി, അവരുടെ സംശയങ്ങൾ മാറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. അവരിപ്പോൾ പ്രത്യാശയുള്ളവരായി, അവരിപ്പോൾ സന്തോഷമുള്ളവരായി, അവരിപ്പോൾ ധൈര്യമുള്ളവരായി തീർന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതങ്ങളിൽ പ്രൈസ് ദി ലോർഡ് ചിലപ്പോഴെങ്കിലും, ഹല്ലേലൂയ, ഞങ്ങൾ അവനിൽ പ്രത്യാശ വെച്ചിരുന്നു, പ്രതീക്ഷ വെച്ചിരുന്നു. എന്നാൽ ചില പ്രതികൂലങ്ങൾ, ചില പ്രയാസങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് ദൈവമേ ഇങ്ങനെയെന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ മുഖം വാടി പോകുന്ന അവസ്ഥയിലായി തീരുന്നുവെങ്കിൽ ഇന്ന് പകരം തിരിച്ചറിഞ്ഞുകൊള്ളുക, നമ്മുടെ കർത്താവ് മരണത്തെ ജയിച്ചവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ നമ്മോട് കൂടെയുള്ളവനാണ്. അവൻ നമ്മുടെ ദുഃഖങ്ങളെ, വേദനകളെ, ഭാരങ്ങളെ, പ്രയാസങ്ങളെ അവൻ തിരിച്ചറിയുന്നവനാണ്. ഹല്ലേലൂയ. ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ, ആ പുനരുദ്ധാനത്തിന്റെ ശക്തി ഇന്ന് പകരം നമ്മൾ ഒരിക്കൽ കൂടി അനുഭവിച്ചത് ഇടയായി തീരട്ടെ. ബലഹീനതകൾ മാറട്ടെ, നിരാശകൾ മാറട്ടെ, ദുഃഖങ്ങൾ മാറട്ടെ, വാടിയ മുഖങ്ങൾ മാറട്ടെ, നമ്മൾ പ്രത്യാശയുള്ളവരെ മാറട്ടെ, സന്തോഷമുള്ളവരെ മാറട്ടെ. കാരണം എന്താണ്? നമ്മുടെ കർത്താവ് മരണത്തെ ജയിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. അവൻ വീണ്ടും വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാറാനാഥ, നമ്മുടെ കർത്താവ് വരുന്നു, അവൻ വീണ്ടും വരും. ഹല്ലേലൂയ. മറ്റ് തിരുവെഴുത്തുകളൊക്കെ നിറവേറിയെങ്കിൽ, പഴനിയമത്തിലെ പ്രൈസ് ദി ലോർഡ് ആ തിരുവെഴുത്തുകൾ നിറവേറിയെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, കർത്താവിന്റെ ജനനത്തെ കുറിച്ച്, ശുശ്രൂഷയെ കുറിച്ച്, മരണത്തെ കുറിച്ച്, ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പറഞ്ഞതായ പ്രവചനങ്ങൾ നിറവേറിയെങ്കിൽ, കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ നിറവേറും. അത് നമ്മുടെ കർത്താവ് വരും. പ്രൈസ് ദി ലോർഡ്. പ്രത്യാശ കൊണ്ട് നമ്മുടെ ഉള്ളങ്ങൾ നിറയപ്പെടട്ടെ. അവൻ നമ്മോട് ചേർന്ന് നടക്കുന്നവനാണ്.
തള്ളിക്കളയുന്നവനല്ല. നമ്മുടെ ദുഃഖത്തിന്റെ സമയത്ത്, വേദനയുടെ സമയത്ത് നമ്മെ തള്ളിക്കളയുന്നവനല്ല. അവൻ നമ്മോട് ചേർന്ന് നടക്കുന്നവനാണ്. ഹല്ലേലൂയ. ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയുള്ള നല്ല ദൈവമില്ല. നിന്റെ കഷ്ടതയിൽ നിന്നോട് കൂടെയുണ്ട്. നിന്റെ കണ്ണുനീരിന്റെ സമയത്തിനോട് കൂടെയുണ്ട്. നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ നിന്റെ ആശയ കുഴപ്പങ്ങളിലാകുമ്പോൾ നിന്നെ ധൈര്യപ്പെടുത്തുവാൻ, നിന്നെ ബലപ്പെടുത്തുവാൻ, ചേർത്ത് നിർത്തുവാൻ, താങ്ങി നടത്തുവാൻ ആ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അവനെ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ദൈവം നമ്മോട് കൂടെ. പ്രൈസ് ദി ലോർഡ്. അതെ, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ആ പ്രത്യാശ കൊണ്ട്, ആ വിശ്വാസം കൊണ്ട് നമ്മുടെ ഉള്ളങ്ങൾ നിറയപ്പെടട്ടെ. നമ്മുടെ മുഖം, പ്രൈസ് ദി ലോർഡ്, അതിനെ കുറിച്ച് പറയുന്നു, അവരുടെ മുഖം പിന്നെ വാടിയതുമില്ല. ഹല്ലേലൂയ. അവരുടെ വാടിയ മുഖം മാറി, വ്യത്യാസമായി, സന്തോഷമുള്ളവരായി മാറി, പ്രസന്നതയുള്ളവരായി മാറി. ഇന്ന് പകല് പ്രൈസ് ദി ലോർഡ് നമ്മുടെ ദുഃഖങ്ങൾ ഉയർത്തെഴുന്നേറ്റ് യേശു നമ്മോട് കൂടെയുള്ളപ്പോൾ, മരണത്തെ ജയിച്ചവൻ നമ്മോട് കൂടെയുള്ളപ്പോൾ നമ്മുടെ ദുഃഖങ്ങൾ മാറട്ടെ. നമ്മുടെ ദുഃഖങ്ങളൊക്കെ താൽക്കാലികമാണ്, ക്ഷണഭംഗുരമാണ്. അതെല്ലാം മാറിപ്പോകും. ക്ഷണനേരത്തേക്കുള്ളതാണ്. അതെല്ലാം മാറിപ്പോകും. പ്രൈസ് ദി ലോർഡ്. നിത്യമായ തേജസ്സ് നമ്മൾ പ്രാപിക്കാം. തൊഴിലേറെ കഷ്ടങ്ങൾ സാരമില്ല നേടിക്കൊണ്ട് പ്രൈസ് ദി ലോർഡ് സന്തോഷമുള്ളവനായി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി പാർത്തുകൊണ്ട് നമുക്ക് പ്രത്യാശയോടെ, സന്തോഷത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ പ്രൈസ് ദി ലോർഡ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം